CJP സമരത്തോട് സംഘികളെടുത്ത നിലപാട് നമുക്കൊരിക്കലും അനുകൂലിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ CJP സമരത്തിൽ നിരവധിയായിട്ടുള്ള ക്രിമിനലുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ട്. അതിനായിട്ടുള്ള ടെക്നോളജീസ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കയ്യിൽ, ഡൽഹി പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നു. AI സജ്ജീകരിച്ച ചില ടെക്നോളജീസ് അത് വെച്ചിട്ട് ഇത്തരം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 2000-ഓളം വരുന്ന ആളുകൾക്കെതിരെ ഇപ്പം കേസെടുത്തിട്ടുണ്ട്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകളുള്ള ആളുകൾക്കെതിരെ. അപ്പൊ അത്തരം ആളുകൾ ഒരു നല്ല ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമരത്തിന് ബിഹൈൻഡ് നിൽക്കുക എന്ന് പറയുന്നതിനെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവിടെ DYFI ചലോ ഡൽഹി എന്ന് പറഞ്ഞിട്ട് ഒരു മാർച്ച്, ഒരു യാത്രയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവര് വലിയ പിന്തുണ, യഥാർത്ഥത്തിൽ കോൺഗ്രസിനെക്കാട്ടിലും വലിയ പിന്തുണ ഈ സമരത്തിന് നൽകിയതാരാണ്? CPM ആണ്, ഇടതുപക്ഷ പ്രസ്ഥാനമാണ്, ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ്. അവർക്ക് ശരിക്കും അവകാശപ്പെടാം, ഞങ്ങളുടെയും കൂടി വിജയമാണിതെന്ന് വളരെ കൃത്യമായിട്ട് CJPക്ക് അവകാശപ്പെടുന്നത് പോലെ തന്നെ ഇവർക്കും അവകാശപ്പെടാനായിട്ട് സാധിക്കും. നമുക്കറിയാം, രാഹുൽ ഗാന്ധി കേരളത്തില് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വന്നപ്പോൾ ഒരു CJPയെ കുറിച്ച് വല്ലാതെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ ഒരു CJP പ്രവർത്തിക്കുന്നുണ്ട്, ആ CJPയെ തോൽപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അന്ന് രാഹുൽ ഗാന്ധി അത് പറയുമ്പോൾ ഈ CJP രൂപപ്പെട്ടിട്ടില്ല, ഇപ്പൊ നമ്മൾ കാണുന്ന ഈ CJP. പക്ഷെ വളരെ പെട്ടെന്നാണ് ഈ CJP എന്ന് പറയുന്ന പേരങ്ങ് കത്തിപ്പടർന്നത്. ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഒരു പക്ഷെ എന്താണ് CJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലാണ് ഈ CJP എന്ന് പറയുന്ന പേര് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടത് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പിണറായി വിജയൻ ഇരിക്കുമ്പോൾ ഇടതുപക്ഷ അനുഭാവികൾ കേരയിൽ സമരത്തോട്, അല്ലെങ്കിൽ ആശമാരുടെ സമരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം എന്നതിൻ്റെ പേരിൽ നടത്തിയ തലമണ്ടയടിച്ച് പൊട്ടിക്കുന്ന പ്രവൃത്തി ഉണ്ടായിരുന്നു. ഇതിനോടൊക്കെ എന്ത് നിലപാടായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്? അവരെന്ത് നിലപാടാണോ വിജയൻ സർക്കാർ ഇരിക്കുമ്പോൾ അവരുടെ നേതൃത്വത്തിൽ സമരങ്ങളോട് സ്വീകരിച്ചത്, അത് തന്നെയാണ് വാസ്തവത്തിൽ ചില സംഘികൾ BJPക്കെതിരെ CJP നടത്തിയ സമരത്തിനെതിരെയും സ്വീകരിച്ചത്. രണ്ടു പേർക്കും ഉണ്ടായിരുന്നത് ഒരേ ഭാഷയാണ്, അല്ലേ? ഇതിപ്പം ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് യുവാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് BJP ഇത്തരത്തിലുള്ള സമരത്തിലോട് മുമ്പോട്ട് പോകാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ അവസാനം ഈ പറഞ്ഞ പോലെ അതിന് പിന്മാറി. തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ പുറകിൽ പല പല സംഘടനകളുണ്ട്. എന്താ പറയുക, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാൻ ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ തുടക്കത്തിൽ BJPയുടെ പല മുതിർന്ന നേതാക്കന്മാരും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒളിഞ്ഞോ തെളിഞ്ഞോ ഈ പറഞ്ഞ പോലെ രാജിവെച്ച ആൾ പോലും അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ പോലും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയത്, പ്രത്യക്ഷമായിട്ടില്ലെങ്കിൽ പോലും പരോക്ഷമായിട്ട് ആ ഒരു കാര്യം അനുസരിച്ച് അത്തരത്തിലുള്ള ഒരു വിഘടനവാദങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്നു കൊടുക്കുന്നില്ല, താൻ രാജിവെക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ CPMന്റെ കാര്യം വരുമ്പോൾ CPMന്റെ യഥാർത്ഥത്തിൽ ഇതിന് സമരം ചെയ്യാനുള്ള ഒരു എന്താ പറയുക ക്രെഡിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആശാവർക്കർമാരുടെ സമരം, അതിൽ CPM എടുത്ത നിലപാട്, അവരെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, അവരെ എന്താ പറയുക അത്രയും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പോലീസന്മാരുടെ സമരം ഉണ്ടായിരുന്നു, റാങ്ക് ലിസ്റ്റ് കൃത്യമായിട്ട് നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ മുട്ടിലഴിഞ്ഞുകൊണ്ടുള്ള സമരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴത്തെ പല SFIയുടെ നേതാക്കന്മാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എക്സാം എഴുതാണ്ട് പാസ്സായതും, മഹാരാജാസ് കോളേജിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആവാണ്ട്, തേർഡ് സെം കംപ്ലീറ്റ് ആവാണ്ട് ഫോർത്ത് സെമ്മിലോട്ട് കടന്ന നേതാക്കന്മാർ, ഇത്തരത്തിലുള്ള പല സാധനങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് CPMന്റെ ഭാഗത്തുനിന്നും ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ഈ പറഞ്ഞ പോലെ PSCയിലടക്കം വലിയ തരത്തിലുള്ള ക്രമക്കേട് നടന്നു എന്നുള്ളത്, ഏറ്റവും വലിയ തസ്തികയിലോട് പോലും ക്രമക്കേട് നടന്നു എന്നുള്ള അവസാനം സമ്മതിച്ചെന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ കേസ് നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഇതേ പാർട്ടിക്കാർ അന്ന് ഈ പറഞ്ഞ പോലെ ഇവർക്കെതിരെ സമരം ചെയ്തപ്പോൾ പല രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. BJP പറയുന്നത് തീവ്രവാദികളാണ്, പാകിസ്ഥാനി ചൈനീസ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ CPM പറയുന്നത് മറ്റൊരു നരേഷനിലാണെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും കൊണ്ടുപോകുന്നത് ഒരേ സ്ഥാനത്തിലോട്ടാണ്. ചാപ്പ കുത്തുക എന്ന് പറയുന്നത് CPMും ചെയ്യുന്നുണ്ട്, BJPയും ചെയ്യുന്നുണ്ട്. അപ്പം രണ്ട് പാർട്ടിക്കാരും ഒരു നാണയത്തിന്റെ ഇരു വശങ്ങൾ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പറഞ്ഞു വരുന്നത് ഇതാണ്, ആശാ സമരം, കേരയിൽ സമരം. ഈ ആശാ സമരത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തുള്ള വിദ്യാർത്ഥി അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി സംഘടന അനുഭാവികൾ പിന്തുണച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പകരം അതിനെ കളിയാക്കുകയും അധിക്ഷേപിക്കുകയാണ് ചെയ്തത് ഈ സമരത്തെ. നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിട്ടുള്ള കരീം ഖാ എന്നുള്ളതായിരുന്നു ചുമരെഴുത്ത്, അദ്ദേഹത്തെ കോഴിക്കോട് മത്സരിക്കുമെന്ന് തോന്നുന്നു. എളമരം കരീം CITU നേതാവ്, അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്താണെന്നറിയോ?
അരാജകവാദികളുടെ സമരം എന്നാണ് ആശാ വർക്കർമാരുടെ സമരത്തെ വിശേഷിപ്പിച്ചത്. അതായത് എന്താണോ ചില സംഘികൾ CJP സമരത്തെക്കുറിച്ച് പറഞ്ഞത് അതേ കാര്യം അതുപോലെ അനാർക്കികളുടെ അരാജകവാദികളുടെ സമരമാണെന്നാണ് സംഘികൾ ഈ CJP സമരത്തെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് അടിവക്കമ്മികളായിട്ടുള്ള പലരും വിജയന്റെ നേതൃത്വത്തിൽ ഭരണത്തിലുള്ളപ്പോൾ നടന്ന സമരങ്ങളെ വിശേഷിപ്പിച്ചത് ഏത് അരാജക സമരങ്ങളും. അപ്പൊ ഇവർ രണ്ടുപേരുടെയും ഭാഷ തുല്യമാണ്. അടിസ്ഥാനപരമായിട്ട് ഇവർ ഭരണത്തിലേറുമ്പോൾ ഇവർക്ക് യാതൊരു സമരത്തെയോടും താല്പര്യമില്ല, യാതൊരു പ്രതിഷേധത്തെയും താല്പര്യമില്ല. സ്വരാജിനെ പോലുള്ള ബുദ്ധിജീവി എങ്ങനെയാണ് ആശാ സമരത്തെ കണ്ടത്? അവരുടെ പ്രതിഷേധങ്ങളെ കണ്ടത് അനുഭാവപൂർണമാണോ സ്വരാജ് കണ്ടത്, ആ ബുദ്ധിജീവി കണ്ടത്? അപ്പൊ ഇയാളൊരു ബുദ്ധിജീവിയല്ല, വെറും കള്ളനും കാപട്യക്കാരനുമാണെന്ന് സ്വരാജ് അന്ന് തന്നെ തെളിയിച്ചതാണ്. പ്രതിഷേധങ്ങളോടും സമരങ്ങളോടൊന്നും ആത്മാർത്ഥമായിട്ട് ഇവർക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ കഞ്ഞുകൂടി മുട്ടാതിരിക്കാനായിട്ട് അനുകൂലിക്കുന്നു എന്ന് പറയുന്ന ഒരു സമീപനാണ്. എന്തുകൊണ്ടാണ് ഫവാസ് പറയൂ, എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ സംസാരിച്ചതുമാണല്ലോ, എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആശാ സമരത്തെ സ്വരാജ് ആക്ഷേപിച്ചത്? അത് എനിക്ക് തോന്നിയ കൃത്യമായിട്ടുള്ള കാര്യം, ഏതൊരു സംസ്ഥാന സർക്കാരും ഭരണം ആരാണോ ഇരിക്കുന്നത് അവർക്കെതിരെയുള്ള ആരോപണം വരും, അതിനെ തള്ളുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. കോൺഗ്രസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള കോൺഗ്രസിനെതിരെ ഏറ്റവും വലിയ ആരോപണം നടന്നിട്ടുള്ളത് അവിടുത്തെ അവിടെ ഇതേപോലെ PSC പല പ്രശ്നങ്ങളും നടക്കുന്നത്. അവിടെയും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കർണാടകയിൽ. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണം കോൺഗ്രസിനെതിരെ നടന്നിട്ടുണ്ട്. ഇപ്പൊ പുതുതായിട്ട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് നടക്കുന്നത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ഭരണകാലത്തെ പല സംസ്ഥാനങ്ങളിലും ഹരിയാനയിലും അതേപോലെ പഞ്ചാബിലും ഈ പറഞ്ഞ പോലെ കർണാടകയിലേക്ക് ഒരുപാട് ചോദ്യ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഈവൻ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പം ഇത്തരത്തിലുണ്ടായിരുന്ന സമയത്ത് ഇവിടെയും CJPയുടെ സമരം നടക്കുമോ എന്നുള്ള ചോദ്യചിഹ്നം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ അരാജകവാദികൾ എന്നൊക്കെ പറഞ്ഞാണ്ട് അത് CPM അതിനെ ചാപ്പ കുത്തി അത് ഒഴിവാക്കി. കാരണം ഇവിടെ അവർ ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതേ ചെയ്യാൻ പറ്റുള്ളൂ. അതേ സാധനം ഭരിക്കുന്നത് ആരായാലും ശരി, ഈ പറഞ്ഞ അവർക്ക് വിനയാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രൊട്ടസ്റ്റോ ഏതെങ്കിലും തരത്തിലുള്ള ക്യാമ്പയിനിങ്ങോ വന്നു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ ഇമേജിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും അതിനെ അടിച്ചമർത്തുക അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ആദ്യം ചെയ്യുന്ന കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ കേരളയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വലിച്ചഴച്ചു കൊണ്ടുപോയാൽ സമരം. കാരണം അത് ഗവൺമെന്റിന്റെ ഒരു പോളിസി, അവർ കൊണ്ടുവരുന്ന പുതിയൊരു നയത്തെ ഡെവലപ്മെന്റിനെ ഇല്ലാണ്ടാക്കാൻ തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലൂടെ സാധനം പോകുന്നു എന്ന് പറയുമ്പോൾ അടിച്ചമർത്തി ഇല്ലാണ്ടാക്കുന്ന സാധനമാണ് കണ്ടത്. പക്ഷെ അത് പരാജയപ്പെട്ടു. അതില് കേരള സമരത്തിലൊക്കെ ചില സ്ത്രീകൾ ഇപ്പോഴും നമുക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ലഭിക്കും. നീ തുലഞ്ഞു പോകുമടാ പിണറായി എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ത്രീകൾ ആ സമയത്ത് വിളിച്ചു പറയുന്ന ഭയങ്കര വൈകാരികമായിട്ട്. കാരണം അവരുടെ വീട്ടിന്റെ അടുക്കളയുടെ തൊട്ട് ഇതിലാണ് മഞ്ഞക്കുറ്റി വന്നിട്ടിടുന്നത്. അവര് ഇതാക്കുമല്ലോ. അതിനെതിരെ പ്രതിഷേധിച്ചപ്പോഴാണ് അടിച്ചമർത്തലുണ്ടായത് പോലീസിന്റെ ഭാഗത്ത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ അന്ന് പിന്നെ മഞ്ഞക്കുറ്റികൾ കിച്ചണിലും ബാത്റൂമിലും ഒരു പെട്ടെന്നൊരു നേരത്ത് വന്നെങ്ങാണ്ട് ഇത്തരത്തിൽ കുറ്റടിച്ച് പോകുമ്പോൾ ആരായാലും ഒന്ന് പേടിച്ച് പോകും. പിന്നീട് മാത്രമല്ല ആ സാധനം പിന്നീട് ഒരു ക്രയവിക്രയത്തിന് ആ സാധനം വസ്തു ഉപയോഗിക്കാനും പാടില്ല എന്നുള്ളൊരു പോളിസി കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പം അവിടെ മഞ്ഞക്കുറ്റി അവിടെ സ്ഥാപിച്ചോ ആ സ്ഥലം പിന്നീട് മക്കളുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണയം വെക്കാനോ ലോൺ എടുക്കാനോ പോലും പറ്റാത്ത അവസ്ഥയിലോട്ട് ആ ഭൂമി മാറുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഏകദേശം ഒരു 2.5 വർഷത്തോളം ഇവർ ആ മഞ്ഞക്കുറ്റിയുടെ പേരിൽ പെട്ടുപോയതാണ്. സ്വാഭാവികമായിട്ടും അന്ന് ഒരു പ്രക്ഷോഭം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെ പിണറായി വിജയൻ അടിച്ചമർത്തി ഇല്ലാണ്ടാക്കി. ഡെവലപ്മെന്റ് വികസനത്തിനെതിരെ നിൽക്കുന്ന ഒരു പ്രൊപ്പഗേറ്റഡ് ടീമാണ് ഈ സാധനം ചെയ്യുന്നത് എന്നുള്ളതും ഏത് ഗവൺമെന്റ് വന്നാലും ഇത്തരത്തിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരണം എന്നുള്ളതും അതിനെ നഖശിഖാന്തരം എതിർക്കുകയല്ല വേണ്ടതും എന്ന് പ്രഖ്യാപിച്ചതാണ് പിണറായി വിജയന്റെ ടീം. സെയിം സാധനം തന്നെയാണ് ഇപ്പോൾ അവിടെ ഡൽഹിയിലും നടക്കുന്നത്. അപ്പം രണ്ടും ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ചാപ്പകുത്തൽ. ഇവിടെ ഡെവലപ്മെന്റിനെതിരെയുള്ള ആൾക്കാരുടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ രാജ്യദ്രോഹ പല കാര്യങ്ങളാണ് ചാപ്പ കുത്തുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ കേന്ദ്രത്തിലെത്തുമ്പോൾ കുറച്ചും തീവ്രത കൂടി പറയുന്നേ ഉള്ളൂ. കാരണം അവിടെ BJP ഈ ഹിന്ദു ഐഡിയോളജി നിൽക്കുന്നത്, സ്വാഭാവികമായിട്ടും ഹിന്ദു ഐഡിയോളജിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സാധനത്തെ അവിടെ നരേറ്റ് ചെയ്യണം. അതും അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ചെയ്തത്. ഇവിടെ കേരളത്തിലോട്ട് വരുമ്പോൾ റിലീജിയസ് സാധനം മാറ്റിയങ്ങാണ്ട് ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നു. ഇപ്പം അതൊരു കാര്യമാണ്. അതായത് നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. അടിസ്ഥാനപരമായിട്ട് സമരങ്ങളോട് ഭരണകൂടം എപ്പോഴും വിയോജിപ്പ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഭരണകൂടം സമരത്തോട് വളരെ അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് എടുത്തിട്ടില്ല. അത് നമ്മൾ സോവിയറ്റ് റഷ്യയിൽ നോക്കിയാലും ശരി, അല്ലെങ്കിൽ ചൈനയിൽ നോക്കിയാലും ശരി. ടിയാൻമെൻ സ്ക്വയർ ഒക്കെ വലിയൊരു ഉദാഹരണമാണല്ലോ. നെഞ്ചും പിരിച്ച ഒരാളായിരുന്നു അതിന്റെ മുമ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. അതിപ്പോൾ പിണറായി വിജയൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെ എന്തൊക്കെ സമരങ്ങൾ നടന്നിട്ടുണ്ടോ അതിനോടൊക്കെ വിയോജിപ്പും വിമുഖതയുമാണ് ഇപ്പോൾ CJP സമരത്തിന് പിന്തുണ കൊടുക്കുന്ന DYFIക്കാരും SFIക്കാരും ഇടതുപക്ഷ, അതായത് വിജയന്റെ അടിമകൾ എന്ന് പറയുന്ന ഈ ഇടതുപക്ഷക്കാര് നൽകിയിരുന്നത്. യഥാർത്ഥ ഇടതുപക്ഷക്കാരൊക്കെ കൃത്യമായിട്ടും
കേരള സമരത്തിനും അതോടൊപ്പം തന്നെ ആശാ സമരത്തിനും ഒപ്പമായിരുന്നു. അതല്ലാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്. അവരാണല്ലോ വിജയന്റെ അടിമകൾ എന്ന് പറയുന്ന ആളുകൾ, ഇടതുപക്ഷം. അപ്പം ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് പറയാനുള്ള ഒരു കാര്യം. പിന്നെ ഇവിടെ വളരെ വലിയ രീതിയിലുള്ള ഉഡായിപ്പും തട്ടിപ്പ് നിലപാടും എടുക്കുന്നവരാണ് ഒരു കൂട്ടറാണ് ഇവിടെയുള്ള എഴുത്തുകാരും കലാകാരന്മാരും എന്നറിയപ്പെടുന്ന ചില കള്ളന്മാർ. എഴുത്തുകാരും കലാകാരന്മാരും എപ്പോഴും പറയുന്നതൊന്നും സത്യമായിട്ടുള്ള കാര്യമല്ല. അവർ ഒരുപാട് കള്ളത്തരം പറയുന്നുണ്ട്. ഇപ്പോ നമ്മളെ NS മാധവനെ പോലുള്ള ആള് ഇതിലിപ്പം പറഞ്ഞത് വിദ്യാർത്ഥികളോട് ഏറ്റുമുട്ടിയ സർക്കാരുകൾ അധികകാലം അതിജീവിച്ചിട്ടില്ല, ഇത് മുന്നറിയിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പം നിലപാട് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയന്റെ സർക്കാരിനെതിരെ ഒരു അക്ഷരം മിണ്ടാത്ത ഒരാളായിരുന്നു. അദ്ദേഹം LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ച ഒരാളാണ്. 75 സീറ്റുമായിട്ട് വീണ്ടും ആവർത്തിക്കും. അതെ, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, വളരെ മികച്ച ഭരണമായിരുന്നു പിണറായിയുടെ എന്ന് പറഞ്ഞ ഒരാളാണ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിനെതിരെ ഒന്നും ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല. തോറ്റു തുന്നം പാടിയതിനു ശേഷം രാജീവിനെ പോലുള്ള നേതാക്കള് എന്താണ് പറഞ്ഞത്? ആ മുദ്രാവാക്യം വളരെ മോശമായിരുന്നു, അത് ജനങ്ങൾക്കിടയിൽ മറ്റൊരു അവമതിപ്പാണ്, മറ്റൊരു നെറേഷനാണ് കൊടുത്തത് എന്നൊക്കെയാണ് രാജീവ് പറഞ്ഞത്. അതുപോലും നേർവഴി കാണിച്ചു കൊടുക്കാൻ, തുറന്നു പറയാൻ ഈ NS മാധവനെ പോലുള്ള ഇടത് എക്കോസിസ്റ്റത്തിന്റെ കീഴിൽ കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന എഴുത്തുകാർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇവരാരെയാണോ അനുകൂലിക്കുന്നത്, ഏത് നേതാവിനൊപ്പമാണോ നിൽക്കുന്നത്, ആ നേതാവിനെതിരെ വരുന്ന സമരങ്ങളോട് ഇവരും യഥാർത്ഥത്തിൽ വിമുഖതയാണ് കാണിക്കാറുള്ളത്. ഇപ്പോൾ സച്ചിദാനന്ദ മാഷെ പോലുള്ള ആളുകളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, CPM അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതൊരു ഫാസിസത്തിലേക്ക്, ഏകാധിപത്യത്തിലേക്ക് പോകും, സ്വാതന്ത്ര്യം ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ ആക്രമണമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്, വലിയ ആക്രമണം, സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ. ഇതിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വ്യക്തമാണ്. എന്തായാലും സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ബുദ്ധിജീവികൾ, സ്വരാജിന്റെ ബുദ്ധിജീവികളല്ല, അതല്ലാത്ത ഒരുപാട് ബുദ്ധിജീവികളുണ്ട്, എഴുത്തും വായനയുള്ള ഒരുപാട് ആൾക്കാർ. അവരൊക്കെ പറഞ്ഞത് തോൽക്കണം എന്നുള്ള രീതി തന്നെയാണ്. 3ാം വട്ടം പിണറായി വിജയൻ സർക്കാർ വരാൻ പാടില്ല എന്നുള്ളത് പല നേതാക്കന്മാരും പറഞ്ഞത്. ഞാനൊരു യഥാർത്ഥ ഇടതുപക്ഷ അനുയായിയാണ്, പക്ഷെ ഇനി വന്നു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷം ആയിരിക്കില്ല വരിക. വീണ്ടും പിണറായി വിജയനെ വിജയിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് ആ പാർട്ടി നാമാവശേഷമായി കേരളത്തിൽ ഇല്ലാണ്ടാവുന്നുള്ളതും, അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ഇപ്രാവശ്യത്തെ തോൽവി CPM അനിവാര്യമാണെന്ന് പറഞ്ഞ ഒരുപാട് ഇടതുപക്ഷ നിരീക്ഷകരും ബുദ്ധിജീവികളും ഉണ്ട്. അവർ ഈ പറഞ്ഞ പോലെ അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ സതീശനെ വിജയിപ്പിച്ച് വിട്ടത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സതീശൻ വിജയിക്കായിരുന്നു. പ്രത്യേകിച്ച് അത്രയും കേഡർ സിസ്റ്റം ഉള്ള ഒരു പാർട്ടിയാണ് ഈ പറഞ്ഞ പോലെ CPM. 2014 മുമ്പുള്ള ഇലക്ഷനിൽ പോലും ഉമ്മൻചാണ്ടി വിജയിച്ചത്, 2011 വിജയിച്ചത് ഈ പറഞ്ഞ പോലെ 70-71 കേവലം ഒരൊറ്റ സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ്, ഉമ്മൻചാണ്ടി ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയായി വിജയിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ കേവല ഭൂരിപക്ഷത്തിൽ ജയിക്കാറുള്ളൂ. ഇവിടെ വലിയ തരത്തിലുള്ള ഒരു മാറ്റം വരാറില്ല. അതിൽ വലിയ തരത്തിലുള്ള മാറ്റം വന്നത് 1977 പിന്നീട് കണ്ടത് ഏറ്റവും വലിയ മാറ്റം വന്നത് ഈ പറഞ്ഞ പോലെ 2026 അപ്പം ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത് ഈ രണ്ട് കാലഘട്ടത്തിൽ മാത്രമാണ്. അതല്ലാണ്ട് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിജയിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് 1-2 സീറ്റിന്റെ കീഴിൽ വിജയിക്കുമായിരിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിൽ വിജയം ഞാനും കണ്ടിരുന്നുള്ളൂ. പക്ഷെ വിജയിക്കരുത് എന്നുള്ളത് CPM പല നേതാക്കന്മാരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. അവരെല്ലാം വോട്ട് മാറ്റി ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് മാത്രമല്ല, ഒരു ഏകാധിപത്യ പ്രവണത അപ്പോൾ നമ്മൾ ശബരിമല വിഷയത്തിലൊക്കെ കണ്ടതാണ്. പലതരത്തിൽ CPM തിരിച്ചടിച്ചു. എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമാണ്, എവിടെയൊക്കെ ഫാസിസം ഈ പറഞ്ഞ പോലെ മൊണോപ്പൊളി ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു പ്രസിദ്ധമായൊരു കവിത ഉണ്ട്, പ്രസിദ്ധനായ സീസറും സമർത്ഥനായ സോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിപ്ലവത്തിനെന്തിനി നമുക്ക് പുരുഷങ്ക മാറ്റമൊന്നുമില്ലതിൽ. അപ്പോൾ കാലം എത്ര മാറിക്കഴിഞ്ഞാലും എത്ര തരത്തിലുള്ള ബുദ്ധിജീവികൾ വന്നാലും രാജ്യം ഒരു ഏകാധിപത്യത്തിലൂടെ പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന വലിയ തരത്തിലുള്ള കാര്യങ്ങളിലൂടെ പോകും. അതുകൊണ്ട് തന്നെ മാറ്റം അനിവാര്യമാണെന്നുള്ളത് CPM കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അല്ലാണ്ട് ഇദ്ദേഹത്തെ പോലെ CPM വീണ്ടും വരും എന്നുള്ള ബുദ്ധിജീവി ആയിരിക്കാം, ഞാൻ വിമർശിക്കുന്നില്ല, എന്നേക്കാൾ ബുദ്ധിയുള്ള ഒരാളായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ CPM നിലനിൽപ്പിന് ഈ തോൽവി അനിവാര്യമായിരുന്നു. അത്തരത്തിൽ ഞാൻ ഈ സ്ഥാനത്തെ കാണുന്നുള്ളൂ. പക്ഷേ ഇതിൽ നമ്മുടെ പോയിന്റ് ഇതാണ്, ഭരണകൂടത്തിന്റെ ഭിക്ഷാന്തേഹികളായിട്ട് ജീവിക്കുന്ന ആരും, അതിപ്പം BJP ഭരിക്കുമ്പം അതിന്റെ ഭിക്ഷാന്തേഹികളായിട്ട് ജീവിക്കുന്നവരും CPM ഭരിക്കുമ്പോൾ അതിന്റെ ഭിക്ഷാന്തേഹികളായിട്ട് ജീവിക്കുന്നവരും അവർക്കെതിരെ വരുന്ന സമരങ്ങളോട് അനുകൂലമായിട്ടുള്ള നിലപാട് ഒരിക്കലും സ്വീകരിക്കാറില്ല.